ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളെ വെക്ടേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ വെക്ടറിൽ നമ്മൾ എന്തൊക്കെ നോക്കി, നമ്മൾ എന്താണ് വെക്ടർ നോക്കി, വെക്ടറിന്റെ റൊട്ടേഷൻ നോക്കി, പിന്നീട് നമ്മൾ കർവിലിനിയർ കോർഡിനേറ്റ്സ് ഡിഫൈൻ ചെയ്തിട്ട് അതിൽ നമ്മൾ വെക്ടേഴ്സിനെ ഡിഫൈൻ ചെയ്തു. പിന്നീട് നമ്മൾ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റേഴ്സിന്റെ കർവിലിനിയർ കോർഡിനേറ്റ്സ്, ഓർത്തോഗണൽ കർവിലിനിയർ കോർഡിനേറ്റ്സിൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കിയത്. സോ ഗ്രേഡിയന്റ്, കേള്, ഡൈവേർജന്റ് ഈ വക കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കർവിലിനിയർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻ പെർട്ടിക്കുലർ ആയിട്ട് രണ്ട് കർവിലിനിയർ സിസ്റ്റംസ് ആണ്. നമുക്ക് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സും അതുപോലെ തന്നെ സർക്കുലർ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സും ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താ പറയാ, ആ രണ്ട് സിസ്റ്റത്തിൽ എങ്ങനെയാണ് നമ്മുടെ എന്താ പറയാ ഡൈവേർജന്റും കേളും അതുപോലെ തന്നെ ഗ്രേഡിയന്റ് ഒക്കെ ആ സിസ്റ്റത്തിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യത്തേത് ഫസ്റ്റ് വൺ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്. ഓക്കെ, സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ്. ഓക്കെ, സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ്. ഓക്കെ, സോ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ നമ്മൾ ഈ രീതിയിലാണ്, ഈ ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സോ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിന്റെ കോർഡിനേറ്റ് സർഫസസ് നോക്കുകയാണെങ്കിൽ മൂന്ന് കോർഡിനേറ്റ് സർഫസസ് ആണുള്ളത്. ഒന്ന് u1 is equal to r എന്ന് പറയുന്ന കോർഡിനേറ്റ് സർഫസ്, രണ്ടാമത് u2 is equal to തീറ്റ എന്ന് പറയുന്ന കോർഡിനേറ്റ് സർഫസ്, മൂന്നാമത്തത് u3 is equal to phi. ഈ മൂന്ന് കോർഡിനേറ്റ് സർഫസസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ കാർട്ടീഷ്യനിൽ XYZ ഉള്ള പോലെ ഇവിടെ എന്താണ് നമുക്കുള്ളത്, u1 u2 u3ക്ക് ആറും തീറ്റയും ഫൈ ആണ് എവിടെ ഉള്ളത്, നമുക്ക് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ഉള്ളത്. ഇതിൽ ആറിന്റെ വാല്യൂ ഏത് മുതൽ ഏത് വരെയാണ് പോവുക, ആറിന്റെ വാല്യൂ 0 to infinity, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6, ലെസ് ദാൻ ഇൻഫിനിറ്റി വരെയാണ് പോവുക. തീറ്റയുടെ വാല്യൂ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ പൈ ആണ് പോവുക. ആൻഡ് ഫൈയുടെ വാല്യൂ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈ, ഫൈയുടെ വാല്യൂ ഏത് വരെ പോകും, 2π. അല്ല, തീറ്റക്ക് 2πയും ഫൈയുടെ വാല്യൂ ഏത് വരെയും പോവുക, ഫൈയുടെ വാല്യൂ പൈ വരെയാണ് എന്ത് ചെയ്യുക, അത് ചേഞ്ച് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് എന്ത് വരിക, അതിന്റെ ലിമിറ്റുകൾ വരിക. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്ന് കോർഡിനേറ്റ് സർഫസസ് ആണുള്ളത്. u1 is equal to r, u2 is equal to തീറ്റ, u3 is equal to phi. മൂന്ന് കോർഡിനേറ്റ് സർഫസസ് ആണുള്ളത്. ഇതിനെ പറ്റിയിട്ട് ബാക്കി ടെക്സ്റ്റിൽ വളരെ ബ്രീഫ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഈ മൂന്ന് കോർഡിനേറ്റ് സർഫസസ് എങ്ങനെയാണ് ഫോം ചെയ്യുക എന്നുള്ളത്. അതായത് ആദ്യത്തെ u1 is equal to r എന്ന് പറയുന്ന കോർഡിനേറ്റ് സർഫസ് ഫോം ചെയ്യുന്നത് it formed due to the concentric spheres about the origin O. Okay, about the origin 0. Okay, നമ്മൾ origin O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ about origin O നെ കോൺസെൻട്രിക് ആയ സ്ഫിയേഴ്സ് വെച്ചിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, നമ്മളെ r is equal to u1 എന്ന് പറയുന്ന കോർഡിനേറ്റ് സർഫസ് ഫോം ചെയ്യുന്നത്. സോ it will give r is equal to root of x square plus y square is equal to constant നമുക്ക് c1 or u1 ആയിട്ട് നമുക്ക് കൊടുക്കാം. Now രണ്ടാമത്തെ കോർഡിനേറ്റ് സർഫസ് u2 is equal to തീറ്റ എന്ന് പറയുന്ന കോർഡിനേറ്റ് സർഫസ് ഫോം ചെയ്യുന്നത് it is due to right circular cone. Okay, due to right circular cones about z axis റൈറ്റ് സർക്കുലർ കോൺ വെച്ചിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, നമ്മൾ തീറ്റ ഫോം ചെയ്യുക. സോ തീറ്റ is given by cos inverse z by r. Okay, now theta is also known as the polar angle. തീറ്റ നമ്മൾ ഓൾസോ പറയാറ് നമ്മൾ പോളാർ ആംഗിൾ വെച്ചിട്ടും എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ തീറ്റ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. Now third u3 is equal to phi എന്ന് പറയുന്ന കോർഡിനേറ്റ് സർഫസ് ഫോം ചെയ്യുന്നത് it is due to half planes through z axis. Okay, half plane through z axis വഴിയാണ് എന്ത് പറയുന്നത് for phi form ചെയ്യുന്നത്. So where phi is equal to tan inverse y by x. Okay, tan inverse y by x, and phi is called azimuthal angle. നിങ്ങൾ ആഫ്റ്റർ വെബർ ടെക്സ്റ്റിൽ ഇത് ജസ്റ്റ് വളരെ ബ്രീഫ് ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ ഈ കോർഡിനേറ്റ് സിസ്റ്റം ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. നമുക്ക് തൽക്കാലം ഇത്രയും മതി. ഓക്കെ, അതായത് എന്താണ് അതിന്റെ u1 u2 u3 എന്നുള്ളതും എങ്ങനെയാണ് കോർഡിനേറ്റ് സർഫേസ് ഫോം ചെയ്യുന്നത്. സോ ഈ മൂന്ന് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. അതായത് r is equal to u1 എന്ന് പറയുന്ന കോർഡിനേറ്റ് സർഫേസ് ഫോം ചെയ്യുന്നത് it is due to concentric circles, seven spheres about origin.
പിന്നെ തീറ്റ ഫോം ചെയ്യുന്നത് സർക്കുലർ കോൺസ് അബൌട്ട് സെഡ്. പിന്നെ ഫൈ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് ഹാഫ് പ്ലെയിൻസ് വെച്ചിട്ടാണ്. ഓക്കെ, വേർ ഫൈ ഇസ് കോൾഡ് അസിമുത്തൽ ആംഗിളും തീറ്റ എന്താണ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളാർ ആംഗിൾ ആണ്. ഓക്കെ, നൗ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനെ എങ്ങനെയാണ് ആർ തീറ്റ ഫൈൽ റെപ്രസെന്റ് ചെയ്യാന്നുള്ളതാണ്. സോ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ഇവിടെ കൊടുക്കുന്നത് എക്സ് ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ കോസ് ഫൈ. നൗ വൈ ഈസ് ഈക്വൽ ടു r sin theta sin phi and z is equal to r cos theta. ഓക്കെ, ഇത് മൂന്നാണ് എന്ത് വരിക നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് വരുന്നത്. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചതാണ്. ആക്ച്വലി സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലൊക്കെ എങ്ങനെയാണ് ഈ എക്സും വൈയും സെഡും കിട്ടുന്നതൊക്കെ നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചതാണ്. നമുക്കത് ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് ജസ്റ്റ് എന്ത് മതി, നമുക്ക് അതിന്റെ ഇക്വേഷൻസ് മാത്രം മതി. ഓക്കെ, നൗ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഓരോ ക്വാണ്ടിറ്റി ഇതിൽ റെപ്രസെന്റ് ചെയ്യണം അല്ലേ. ഓരോ ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ഗ്രേഡിന്റെ കേളും ഇതൊക്കെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു നോ ദി സ്കെയിൽ ഫാക്ടേഴ്സ് അല്ലേ. നമ്മൾ സ്കെയിൽ ഫാക്ടേഴ്സ് H1 H2 H3 എന്താണെന്ന് നമുക്കറിയണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഗ്രേഡിന്റെയും കേളിനും ഡൈവേഴ്സിന്റെയും ഒക്കെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ ദാറ്റ് നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ബി ഇക്വേഷൻ 1, let this be equation 2 and let this be equation 3. ഓക്കെ, ഇക്വേഷൻ 1 2 3 വിചാരിക്കുക. അതിന്റെ മൂന്നിന്റെയും ഡെറിവേറ്റീവ് എടുക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ dx ഈസ് ഈക്വൽ ടു എന്ത് വരും. സോ നമുക്ക് ഇത് ഫസ്റ്റ് ടേം ആയിട്ട് എടുക്കാം ആൻഡ് ഇത് നമുക്ക് സെക്കൻഡ് ടേം ആയിട്ട് എടുക്കാം. ഓക്കെ, നമുക്ക് സെക്കൻഡ് ടേം ആയിട്ട് എടുക്കാം. സോ dx ഈസ് ഈക്വൽ ടു എന്ത് വരും, ഫസ്റ്റ് ടേം ഇൻറ്റു ആർ. ഓക്കെ, ആർ ഇൻറ്റു സൈൻ തീറ്റ കോസ് ഫൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ സൈൻ തീറ്റ കോസിനെ സൈൻ തീറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോസ് തീറ്റ കിട്ടും. കോസ് ഫൈ അതേപോലെ തന്നെ എഴുതി. നൗ പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് ഫൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് വരും. സോ മൈനസ് കോസ് ഫൈ. ഓക്കെ, സോ മൈനസ് കോസ് ഫൈ. സോ അല്ല, നമ്മൾ തീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഡി തീറ്റും ഡി ഫൈയും റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, സോ നമുക്കത് എങ്ങനെ എഴുതാം. സോ ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു dx ഈസ് ഈക്വൽ ടു ഓക്കെ, സോ നേരത്തെ പോലെ തന്നെ ആറിനെ ഒരു ടേമും സൈൻ തീറ്റ കോസ് ഫൈനെ ഒരു ടേം ആയിട്ട് എടുക്കാം. സോ നമുക്ക് എന്തെങ്കിലും എഴുതാം, ആർ ഇൻറ്റു സൈൻ തീറ്റ കോസ് ഫൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ സൈൻ തീറ്റ ഓക്കെ, ഫസ്റ്റ് ടേമിന് ഡെറിവേറ്റീവ് സെക്കൻഡ് വരുമ്പോൾ കോസ് ഫൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഫൈ. സോ സൈൻ ഫൈ ഡി ഫൈ. ഓക്കെ, സൈൻ ഫൈ ഡി ഫൈ പ്ലസ് ഫസ്റ്റ് ടേമിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ തീറ്റ ഡിഫറൻസ് കോസ് തീറ്റ വരും. കോസ് തീറ്റ കോസ് ഫൈ. ഓക്കെ, ഡി തീറ്റ, കാരണം ഇവിടെ തീറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. സോ ഇവിടെ ഡി തീറ്റ വന്നു. പ്ലസ് ഇനി സെക്കൻഡ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ തീറ്റ കോസ് ഫൈ വരും. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി ആർ വന്നു. ഓക്കെ, സോ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, ഇതിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ മൈനസ് ആർ സൈൻ തീറ്റ സൈൻ ഫൈ ഡി ഫൈ പ്ലസ് ആർ കോസ് തീറ്റ കോസ് ഫൈ ഡി തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് ഫൈ ഡി ആർ. അതായത് നമ്മൾ ആറിന് എന്ത് ചെയ്തു, നമ്മൾ ബ്രാക്കറ്റിനെ അകത്ത് കൊടുത്തു. ഓക്കെ, ആറിന് എന്ത് ചെയ്തു, ബ്രാക്കറ്റിനെ അകത്ത് കൊടുത്തു. സോ സിമിലർലി ഡി വൈ കണ്ടുപിടിക്കുക. സോ ഡി വൈ എന്ത് വരും, ഇതേപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ആർ ഇൻറ്റു സൈൻ തീറ്റ സൈൻ ഫൈ. സോ ഫസ്റ്റ് ടേം സൈൻ തീറ്റ അതുപോലെ തന്നെ എഴുതി. നൗ സൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാം, നൗ സൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കോസ് കിട്ടില്ലേ. സോ സൈൻ ഫൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് ഫൈ കിട്ടി പ്ലസ് സോ ഡി ഫൈ സൈൻ തീറ്റ കോസ് ഫൈ ഡി ഫൈ വന്നു. പ്ലസ് നൗ സൈൻ തീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് വരും കോസ് തീറ്റ സൈൻ ഫൈ ഡി തീറ്റ വന്നു. ഓക്കെ, നൗ പ്ലസ്
ആറിന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ആറ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സൈൻ തീറ്റ സൈൻ ഫൈൻ എഴുതി, പിന്നെ നമ്മൾ ഡി ആർ എഴുതി. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു ആറിന് ഓപ്പൺ ചെയ്ത ആർ സൈൻ തീറ്റ കോസ് ഫൈ ഡി ഫൈ, ആർ സൈൻ തീറ്റ കോസ് ഫൈ ഡി ഫൈ, ഓക്കെ, പ്ലസ് ആർ സൈൻ ഫൈ cos theta d theta plus sin theta sin phi dr cos. So let us this be equation number 4. Let this be equation number 5. Now dz ന് ചെയ്യാം. ഓക്കെ, z നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിന്നെ r cos theta എന്ന് മാത്രമേ ഉള്ളൂ. സോ r cos theta ചെയ്യുമ്പോൾ cos നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് സൈനിൽ വരിക. cos നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സോ എന്തോന്നു, സോ മൈനസ് ആർ ഫസ്റ്റ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് സൈൻ തീറ്റ ഡി തീറ്റ പ്ലസ് കോസ് തീറ്റ ഡി ആർ വരും. ഓക്കെ, കോസ് തീറ്റ ഡി ആർ വരും. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടിപ്പോ? നമ്മളിപ്പോൾ ഡി എക്സും കണ്ടുപിടിച്ചു, ഡി വൈയും കണ്ടുപിടിച്ചു, ഡി സെഡും കണ്ടുപിടിച്ചു. ഓക്കെ, ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 6. ഓക്കെ, ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 6 കൊടുക്കുക. ഓക്കെ, നൗ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കുക. ആർക്ക് ലെങ്ത് നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചതാണ്. ആർക്ക് ലെങ്ത് എന്തായിരുന്നു? ആർക്ക് ലെങ്ത് ഡി എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് വൺ സ്ക്വയർ ഡി യു വൺ സ്ക്വയർ പ്ലസ് എച്ച് ടു സ്ക്വയർ ഡി യു ടു സ്ക്വയർ പ്ലസ് എച്ച് ത്രീ സ്ക്വയർ ഡി യു ത്രീ സ്ക്വയർ. ഇത് നമ്മൾ ഓൾറെഡി എന്താണ് മുന്നേ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ആർക്ക് ലെങ്ത് എന്താണ് നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനമാണ്. ഓക്കെ, നൗ നമുക്ക് യു വൺ യു ടു യു ത്രീ അറിയാം. യു വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആറാണ്, യു ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ ആണ്, ആൻഡ് യു ത്രീ ഈസ് ഫൈവ്. ഓക്കെ, സോ ഡി എസ് സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? ഡി എസ് സ്ക്വയർ വിൽ ബി ഈസ് ഈക്വൽ ടു എച്ച് വൺ സ്ക്വയർ ഡി ആർ സ്ക്വയർ പ്ലസ് എച്ച് ടു സ്ക്വയർ ഡി തീറ്റ സ്ക്വയർ പ്ലസ് എച്ച് ത്രീ സ്ക്വയർ ഡി ഫൈവ് സ്ക്വയർ വരും. ദിസ് ബി ഇക്വേഷൻ 7 ആയിട്ട് എടുക്കാം. ഓക്കെ, നൗ വി ക്യാൻ റൈറ്റ്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിച്ചു? നമ്മൾ ഡി എസ് സ്ക്വയർ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ പോവാണ്. ആർക്ക് ലെങ്ത്തിന് വേറെ ഡെഫിനേഷൻ കൂടി ഉണ്ട്. ആർക്ക് ലെങ്ത്തിന് വേറെ ഡെഫിനേഷൻ കൂടി ഉണ്ടായിരുന്നു. ആർക്ക് ലെങ്ത് ഡി എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ സ്ക്വയർ പ്ലസ് ഡി സെഡ് സ്ക്വയർ ആണ്. ഓക്കെ, ആർക്ക് ലെങ്ത് എന്താണ്? ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ സ്ക്വയർ പ്ലസ് എന്താണ് ഡി സെഡ് സ്ക്വയർ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളിപ്പോൾ ഡി എക്സും ഡി വൈയും ഡി സെഡും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? ഡി എക്സും ഡി വൈയും ഡി സെഡും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്യുക? ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡി എക്സ് സ്ക്വയർ കാണണം, ഡി വൈ സ്ക്വയർ കാണണം, ഡി സെഡ് സ്ക്വയർ കാണണം. സോ ഇതിന്റെ സ്ക്വയർ കാണണം, ഇതിന്റെ സ്ക്വയർ കാണണം, ഇതിന്റെ സ്ക്വയർ കാണണം. എന്നിട്ട് എന്ത് ചെയ്യണം? മൂന്നും കൂടിയിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, മൂന്നും കൂടിയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല, കാരണം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ടേമുകളാണ്. സോ മിക്കതും സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1, അല്ലെങ്കിൽ കോസ് സ്ക്വയർ 5 പ്ലസ് സൈൻ സ്ക്വയർ 5 1, ആ ഒരു രീതിയിൽ മിക്കതും ക്യാൻസൽ ചെയ്ത് പോകും. സോ അത് ചെയ്യുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ആൻസർ എഴുതാം. സോ ഓൺ സോൾവിങ് ദിസ് ഡി എക്സ് സ്ക്വയർ ഡി വൈ സ്ക്വയർ ഡി വൈ സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് ഡി ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഡി തീറ്റ സ്ക്വയർ, ആർ സ്ക്വയർ ഡി തീറ്റ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡി ഫൈവ് സ്ക്വയർ കിട്ടും. ഓക്കെ, നമ്മൾ ഡി എക്സ് സ്ക്വയറും ഡി വൈ സ്ക്വയറും ഡി സെഡ് സ്ക്വയറും കണ്ടുപിടിച്ചിട്ട് നമ്മൾ മൂന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഈ രീതിയിലാണ് നമുക്ക് ആൻസർ കിട്ടുക. സോ ദിസ് ബി ഇക്വേഷൻ 8. ഓക്കെ, നൗ കമ്പയർ ഇക്വേഷൻ 7 ആൻഡ് 8. ഇക്വേഷൻ 7ഉം 8ഉം കൂടി കമ്പയർ ചെയ്യുക. ഇക്വേഷൻ 7ഉം 8ഉം സെയിം ആർക്ക് ലെങ്ത് ഡി എസ് സ്ക്വയറിന്റെ ഇക്വേഷൻസ് ആണ്. സോ ഓൺ കമ്പയറിംഗ് 7 ആൻഡ് 8, സോ ഓൺ കമ്പയറിംഗ് ഇക്വേഷൻ 7 ആൻഡ് ഇക്വേഷൻ 8, ഇക്വേഷൻ 7ഉം 8ഉം കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വിൽ ഗെറ്റ്, സോ ഡി ആർ സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് എന്ത്? എച്ച് വൺ സ്ക്വയർ. സോ ഇവിടെ ഡി ആർ സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? എച്ച് വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ഓർ എച്ച് വൺ ഇസ് ഈക്വൽ ടു 1. നമുക്ക് എന്ത് കിട്ടി? ഒരു സ്കെയിൽ ഫാക്ടർ കിട്ടി. ഓക്കെ, നൗ ഡി തീറ്റ സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് എച്ച് ടു സ്ക്വയർ. സോ എച്ച് ടു സ്ക്വയർ ഇവിടെ എന്താണ്? ആർ സ്ക്വയർ ആണ്. സോ എച്ച് ടു സ്ക്വയർ ആർ സ്ക്വയർ പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എച്ച് ടു സ്ക്വയർ ആർ സ്ക്വയർ പറയുമ്പോൾ എച്ച് ടു എന്ത് കിട്ടും?
അതായത് ഡി തീറ്റയുടെ ഇത് ഇക്വേറ്റ് ചെയ്യുക. ഡി തീറ്റയുടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ h2 r സ്ക്വയർ പറയുമ്പോൾ h2 എന്ത് വരും? h2 square is equal to r square. So h2 will be is equal to r. Similarly d5 square h3 square ആണ് ഇവിടെ നിൽക്കുന്നത് r square sin square theta ആണ്. So h3 square is equal to r square sin square theta ആണ്. So therefore h3 is equal to r sin theta കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മൂന്ന് സ്കെയിൽ ഫാക്ടേഴ്സും കിട്ടി. h1 h2 h3 എന്ന് പറയുന്ന എന്ത് കിട്ടി? മൂന്ന് സ്കെയിൽ ഫാക്ടേഴ്സും കിട്ടി. സ്കെയിൽ ഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈസിലി നമുക്ക് ഗ്രേഡിയന്റും കേളും ഡൈവേർജന്റും കാണാൻ പറ്റും. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ആ ഇക്വേഷൻസ് കൊണ്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ നമുക്ക് ഇനി ഓരോന്നായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. സോ ആദ്യം നമുക്ക് ഗ്രേഡിയന്റ് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ആദ്യം ഗ്രേഡിയന്റ്. ഓക്കെ, ഗ്രേഡിയന്റ് നമുക്ക് വേറെ പേജിൽ ചെയ്യാം. ഓക്കെ, സോ ആദ്യം നമുക്ക് ഗ്രേഡിയന്റ് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ഗ്രേഡിയന്റ് കണ്ടുപിടിക്കാം. സോ ഗ്രേഡിയന്റിന്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ഗ്രേഡിയന്റ് ഇക്വേഷൻ E1 cap by gradient del phi അല്ലേ? del phi is equal to E1 cap by H1 dou phi by dou U1 plus E2 cap by H2 dou phi by dou U2 plus E3 cap by H3 dou phi by dou U3 വരും. ഓക്കെ, dou phi by dou U3 വരും. സോ നമ്മളെ U1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R ആണ്, U2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ ആണ്, U3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫൈ ആണ്. സോ ആൻഡ് H1 is equal to 1 ആണ്, H2 is equal to R ആണ്, ആൻഡ് H3 is equal to R sin തീറ്റ ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? del phi is equal to E1 cap. ഓക്കെ, E1 cap മീൻസ് നമ്മളെ U1 ഉദ്ദേശിച്ച് E1 ആണ് ആക്ച്വലി. നമ്മളെ U1 ഉദ്ദേശിച്ചത് നമ്മളെ E1 ആണ്, നമ്മളെ ഏത് ഡയറക്ഷനിലാണെന്നുള്ളതാണ്. സോ ഇറ്റ് വിൽ ബി R cap divided by H1 പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ സ്കെയിൽ ഫാക്ടർ ആണ്. ഫസ്റ്റത്തെ സ്കെയിൽ ഫാക്ടർ നമുക്ക് എന്താണ്? ഫസ്റ്റ് സ്കെയിൽ ഫാക്ടർ 1 ആണ്. സോ U1 R divided by 1 into dou phi by dou R plus dou phi by dou R plus സെക്കൻഡ് ടേം എന്താണ്? സെക്കൻഡ് ടേമിൽ E2 cap ആണ്. E2 cap പറഞ്ഞാൽ തീറ്റ ആണ്. സോ തീറ്റ ക്യാപ്പ് ഡിവൈഡഡ് ബൈ H2 R ആണ്. തീറ്റ ക്യാപ്പ് R ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ U2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റയാണ്. ഡോ U2 തീറ്റയാണ്. ആൻഡ് തേർഡ് ടേം E3 എന്താണ്? E3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈ ആണ്. സോ ഫൈ ഡിവൈഡഡ് ബൈ H3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R സൈൻ തീറ്റയാണ്. സൈൻ തീറ്റയാണ്. ആൻഡ് ഡി ഡോ ഫൈ ബൈ ഡോ ഫൈ. നൗ ഈ രണ്ട് ഫൈയും കൂടി ക്യാൻസൽ ചെയ്ത് കളയരുത്, കാരണം ഇത് ഫംഗ്ഷനും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോർഡിനേറ്റും ആണ്. രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് കളയരുത് കേട്ടോ. സോ ഈ രീതിയിലാണ് നമുക്ക് എന്ത് കിട്ടുക? നമുക്ക് ഗ്രേഡിയന്റ് കിട്ടുക. ഓക്കെ, ഗ്രേഡിയന്റ് കിട്ടി. നൗ ഡൈവേർജന്റ്. നമുക്ക് ഡൈവേർജന്റ് കണ്ടുപിടിക്കാം. നൗ ഡൈവേർജന്റിന്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ഡൈവേർജന്റിന്റെ ഇക്വേഷൻ del dot A is equal to 1 by H1 H2 H3 into 1 by H1 H2 H3 into dou by dou U1 into A1 H2 H3 plus dou by dou U2 into A2 H3 H1 plus dou by dou U3 A3 H1 H2. സോ ഇതായിരുന്നു എന്ത് വരുന്നത്? നമ്മൾ ഡൈവേർജന്റിന്റെ ഇക്വേഷൻ വരുന്നത്. സോ നമുക്കറിയാവുന്ന സാധനങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 1 by എന്ത് കിട്ടും ഇവിടെ? ഡൈവേർജന്റ്
സോ 1 6 സോ 1/r² sin തീറ്റ 1/r² sin തീറ്റ ഇൻറ്റു ഡോ u1 പറഞ്ഞ r ആണ് ഡോ r1 ഇൻറ്റു a1 h2 h3 പറയുമ്പോൾ r² sin തീറ്റ അല്ലെ r² sin തീറ്റ r² sin തീറ്റ പ്ലസ് ഡോ തീറ്റ ഇൻറ്റു a2 h3 h1 പറയുമ്പോൾ r sin തീറ്റ വരും r sin തീറ്റ പ്ലസ് മൂന്നാമത്തെ ടേം ഡോ ഓഫ് a3 h1 h2 വരുമ്പോൾ a3 r വരും. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് വരിക, നമ്മളെ ഡൈവർജന്റ് വരിക. ഓക്കെ, സോ ഡൈവർജന്റിന് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ആണ് ഡിറൈവ് ചെയ്തുള്ളത്. ഓക്കെ, സിമിലർലി നമുക്ക് കേളിന്റെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, അത് നമുക്ക് ഒറ്റക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കേളിന്റെ നമുക്ക് ഒറ്റക്ക് ഡിറൈവ് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം കേളിന്റെ ഇക്വേഷൻ നമുക്ക് എന്താണെന്ന് അറിയാം, u1 u2 u3 എന്താണെന്ന് അറിയാം, h1 h2 h3 എന്താണെന്ന് അറിയാം. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് നോക്കുക കേട്ടോ. സോ കേളിന്റെ എന്ത് ചെയ്യുക, നമുക്ക് ഒറ്റക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് എന്ത് ചെയ്യാൻ മതി, നമ്മുടെ ഇക്വേഷൻ ജസ്റ്റ് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഇക്വേഷൻ എന്ത് ചെയ്യാൻ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലുള്ള ഡൈവർജന്റും ഗ്രേഡിയന്റും കേളും എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, നൗ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ. ഓക്കെ, നൗ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം എന്താണ്, നമ്മുടെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഓക്കെ, നൗ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ 3 കോർഡിനേറ്റ് ഫസ്റ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ u1 is equal to rho, u2 is equal to theta and u3 is equal to z. ഈ മൂന്നെണ്ണാണ് എന്ത് വരുന്നത്, നമ്മളെ കോർഡിനേറ്റ് സർഫസ് വരുന്നത്. അതിന് ചെറിയൊരു ഡെഫിനേഷൻ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കുക. ജസ്റ്റ് ഒന്നുമില്ല, എന്താ പറയാ, ഹാഫ് പ്ലെയിൻ ആണ്, പിന്നെ പ്ലെയിൻ പാരലൽ ആണെന്നുള്ള ജസ്റ്റ് ഒരു ചെറിയൊരു ഡെഫിനേഷൻ ഉണ്ട്, അത് നോക്കുക. കാരണം എക്സാമിന് എസ്സേക്ക് വരുമ്പോൾ ആ ഒരു ഡെഫിനേഷനും കൂടി നമുക്ക് ആവശ്യം വരും. വേറെ കാര്യമായിട്ടും ഒന്നും ഇതില്ല, നമുക്കതിൽ നോക്കാമില്ല. നൗ ഇതിന് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ വരിക x is equal to r cos theta, y is equal to r sin theta, z is equal to z. ഓക്കെ, z is equal to z ആണ് വരിക. നൗ അഗെയിൻ നേരത്തെ ചെയ്തിട്ടുള്ള സെയിം സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, നമുക്ക് ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. അതായത് ds² കണ്ടുപിടിക്കുക. മീൻസ് dx² പ്ലസ് dy² പ്ലസ് dz² കണ്ടുപിടിക്കുക. ഇറ്റ് വിൽ ബി ഈക്വൽ ടു h1 du1² പ്ലസ് h2 du2² പ്ലസ് h3² du3². ഈ രീതിയിലാണ് എന്ത് ചെയ്യുക, നമുക്ക് കിട്ടുക. നൗ dx കാണാം, സോ dx കാണാം, dy കാണാം, dz കാണാം. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് കിട്ടാവുന്നല്ലോ, ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. സോ r ഇൻറ്റു കോസ് തീറ്റ എടുക്കുമ്പോൾ r sin തീറ്റ, സോ r sin തീറ്റ d തീറ്റ പ്ലസ് കോസ് തീറ്റ dr വരും അല്ലെ. അതാണ് എന്ത് വരിക, നമ്മളെ dx വരിക. r കോസ് തീറ്റ അല്ല r sin തീറ്റ, കോസ് മൈനസ് വരില്ല, സോ മൈനസ് r sin തീറ്റ d തീറ്റ പ്ലസ് കോസ് തീറ്റ dr വരും. അതേപോലെ എന്ത് ചെയ്യുക, dy കണ്ടുപിടിക്കുക, dz² കണ്ടുപിടിക്കുക. വേണമെങ്കിൽ dy യും dz നമുക്ക് തന്നെ എഴുതാവുന്നേ ഉള്ളൂ. dy എന്ത് വരും, dy will be equal to sin theta dr plus r cos theta d theta വരും. ആൻഡ് dz is equal to പിന്നെ എന്ത് വരും, dz വരും. ഓക്കെ, നൗ എന്ത് ചെയ്യുക, ഇതിനെ സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക. dx² പ്ലസ് dy² പ്ലസ് dz² കാണാം. സോ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിനെ സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക, ഇതിനെ സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക, ഇതിനെ എന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക. സോ മൂന്നും കൂടിയിട്ട് സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് എന്ത് ചെയ്യുക, a മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ടും ഇത് a പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ടും എക്സ്പാൻഡ് ചെയ്യാതെ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ലാസ്റ്റ് റിസൾട്ട് മാത്രമേ എഴുതുന്നുള്ളൂ. സോ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും റോ സ്ക്വയർ ഡി ഫൈവ് സ്ക്വയർ പ്ലസ് ഡി റോ സ്ക്വയർ പ്ലസ് ഡി സെഡ് സ്ക്വയർ. ഈ രീതിയിലാണ് നമുക്ക് ആൻസർ കിട്ടുക. നൗ നമ്മളെ ഈ ഇക്വേഷൻ ഇങ്ങനെ വരും, h1² du1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d റോ സ്ക്വയർ ആണ്, h2² du2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d തീറ്റ സ്ക്വയർ ആണ്, u3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് d
z സ്ക്വയർ ആണ്. നൗ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? h1 കിട്ടും, h2 കിട്ടും, h3 കിട്ടും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ നേരത്തെ ഗ്രേഡിയന്റിന്റെയും ഡൈവേർജന്റിന്റെയും കേളിൽ ഇക്വേഷൻ കൊണ്ടിട്ട് കൊടുക്കുക, സോൾവ് ചെയ്യുക. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുക, ഒറ്റയ്ക്ക് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് അയച്ചു തരിക. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക? കമ്പയർ ചെയ്തിട്ട് ആൻസർ ചെയ്താൽ മതി, ആൻസർ കിട്ടും. ഓക്കെ, സോ ഇതിന് രണ്ടിനും സ്ക്വയർ ചെയ്യുക, എ മൈനസ് ബി ഹോൾ സ്ക്വയർ എ പ്ലസ് ഹോൾ സ്ക്വയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. അത് സോൾവ് ചെയ്തിട്ടുള്ള ആൻസർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇക്വേഷൻസ് കമ്പയർ ചെയ്തിട്ട് h1 h2 h3 കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? u1 u2 u3 ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സ്കെയിൽ ഫാക്ടേഴ്സ് h1 h2 h3 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്ട്ലി നമുക്ക് കേളും ഡൈവേർജന്റിന്റെയും ഗ്രേഡിയന്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് തന്നെ ഒബ്റ്റെയിൻ ചെയ്യാവുന്നുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ്. സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലും സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലും നമ്മൾ എന്ത് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ഗ്രേഡിയന്റിനും കേളിനും ഡൈവേർജന്റിനും നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതോട് കൂടിയിട്ട് കർവിലിനിയർ കോർഡിനേറ്റ്സിന്റെ ആ സെക്ഷൻ കൂടെ കഴിഞ്ഞു. ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് ചെറിയൊരു ടോപ്പിക് കൂടി കിടക്കുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. അത് എന്താ പറയാ, വെക്ടർ ഇന്റഗ്രേഷനെ പറ്റിയിട്ടാണ്. അതായത് ലൈൻ ഇന്റഗ്രൽ എന്താണ്, ഈ സർഫസ് ഇന്റഗ്രൽ എന്താണ്, വോളിയം ഇന്റഗ്രൽ എന്താണ്, അതിനെ പറ്റി ചെറിയൊരു ടോപ്പിക് എടുക്കുന്നുണ്ട്. ജസ്റ്റ് അതിന്റെ ബേസിക് ഡെഫിനിഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതായത് എന്താണ് ലൈൻ ഇന്റഗ്രൽ, എന്താണ് സർഫസ് ഇന്റഗ്രൽ, എന്താണ് വോളിയം ഇന്റഗ്രൽ, അങ്ങനെ ബേസിക് ഡെഫിനിഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ ഒരു സെക്ഷനും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ആസ്ക് പേപ്പറിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ ഒന്നല്ല, ജസ്റ്റ് അതൊന്ന് വായിച്ചിട്ട് വിടുക. ഓക്കെ, ഈ കർവിലിനിയർ സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്തായാലും ചോദിക്കാതിരിക്കില്ല, എസ് ആയിട്ട് എന്തായാലും പ്രതീക്ഷിക്കേണ്ട സാധനമാണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.